അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന സാക്ഷി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ 2 ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും ദൈവവചനവും കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാൽവരിനാദം മിനിസ്ട്രിയുടെ സൂം മീറ്റിംഗിന്റെ പാടി സ്തുതിക്കാൻ പ്രോഗ്രാമിന്റെ 109ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. കാലാവസ്ഥയുടേതായും ഇന്റർനെറ്റിന്റേതായും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആദ്യന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാ കാര്യങ്ങളുടെ മേലും, ഇന്റർനെറ്റിന്റെ കാര്യങ്ങളില്, കാലാവസ്ഥയുടെ കാര്യങ്ങളില് ദൈവം തുണയായിട്ട് നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വൈകുന്നേര സമയത്തിനാണ് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നത്. കർത്താവെ, പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവെ, അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പുതിയ തീരുമാനങ്ങളിലേക്ക് കടന്നു വരുവാൻ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഇടയാക്കണമെന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാ കൃപയും നൽകി അനുഗ്രഹീതമായ, ഏറ്റവും അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യത്തെ പകർന്നു തന്ന് അനേകർക്ക് അത് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ദാസനായിട്ട് സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. അനേകര് പങ്കെടുക്കുവാൻ ഇടയാകണം. കേൾക്കുന്ന ഓരോരുത്തരെയും, ഇനി കേൾക്കാൻ പോകുന്നവരെയും ദൈവം അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 109ാമത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വരുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എത്രത്തോളം വിശ്വസ്തനായിരുന്നുവോ ആ ദൈവത്തിന് സകല മഹത്വവും സകല നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് ജോർജ് മാത്യു മൈക്കാവ് അനേക ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവദാസൻ. ചില നാളുകൾക്ക് മുമ്പാണ് പ്രിയദാസനെ കുറിച്ച് മറ്റൊരു സഹോദരൻ എന്നെ ഓർപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ദൈവം ഒരവസരത്തെ ഈ നിലയിൽ ഒരുക്കി തന്നു. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. പ്രിയ ജോർജ് മാത്യു സഹോദരന്, കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോർജ് മാത്യു സഹോദരന് കാൽവരിനാദം മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, എല്ലാ ബഹുമാനത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രി നമ്മളോടൊപ്പമായിരുന്ന അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ ഷോൾ വർഗീസ് അവറുകളാണ്. പ്രിയദാസൻ കഴിഞ്ഞ നാളുകളിലും നമ്മളോട് കൂടെ സഹകരിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ അനുഗ്രഹീതമായ നിലയിൽ, ശ്രുതി മധുരമായ നിലയിൽ ആത്മീയ ഗാനങ്ങൾ പാടി അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവദാസനാണ്. പ്രിയദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ പ്രിയദാസനെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള ഒരു അവസരമുണ്ട്. പ്രാരംഭ ഗാനം, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധനാമേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സകലത്തിനും യോഗ്യനായി നമ്മുടെ ദൈവം മാത്രം മുൻപിലുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ, പരിപാലിപ്പാൻ ദൈവം മാത്രം യോഗ്യനായി നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ള അനുഗ്രഹീതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ ഷോൾ ബ്രദർ ആ ഗാനം ആലപിക്കും. എല്ലാ ബഹുമാനത്തോടെ പ്രിയദാസനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും.
യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിണത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി, ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ, ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. താങ്ക് യു ഷോൾ ബ്രദർ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. കർത്താവ് മാത്രം സകലത്തിനും യോഗ്യൻ. അതേ ആശയം വരുന്ന മറ്റൊരു ഗാനം, സ്നേഹത്തിൻ ഇടയനാം യേശുവേ. ഒരു കാലഘട്ടത്തില് വളരെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനമാണ്, വളരെ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്, സ്നേഹത്തിന് ഇടയനായ യേശുവേ. ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തില് ഭൂമിയിലെ സകല സ്നേഹങ്ങളും ഒരുപക്ഷെ അളക്കാൻ പറ്റും, എന്നാൽ യേശു എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്ന് ഇതുവരെ അളക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് സാധിക്കുകയുമില്ല. കാരണം അതാണ് ആ സ്നേഹത്തിന്റെ ആഴം. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ആ ഭയാനകത നാം അറിയുന്തോറും നമ്മുടെ മനസ്സിലുള്ള ദൈവസ്നേഹത്തിന്റെ ആഴം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. ഒരു കടലിന് ഏതാണ്ട് 11-12 കിലോമീറ്റർ ആഴമുണ്ടെന്ന് പറയുന്നു. നമ്മൾ പോയിട്ടില്ല, അറിയില്ല. എങ്കിലും ഒരു കടലിന് അത്രേ ആഴമുള്ളൂ എങ്കിൽ പോലും ദൈവസ്നേഹത്തിന്റെ ആഴം എത്രയോ ദൂരമാണ്, എത്രയോ വലുതാണ്. അത് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞ ഒരുപക്ഷെ ആരും ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. എന്നാൽ അത് കൂടുതൽ കൂടുതൽ അറിയുന്തോറും നമുക്ക് കൂടുതലായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. ആ അർത്ഥം വരുന്ന അനുഗ്രഹീതരമായ ഗാനം, സ്നേഹത്തിന്റെ ഇടയനായ
യേശുവെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം കൂടെ കർത്താവിന്റെ ദാസിൽ നമുക്ക് കേൾക്കാം. സ്നേഹത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സാധുക്കൾക്കായി വലഞ്ഞലഞ്ഞതും, ആടുകൾക്കായി ജീവൻ വെടിഞ്ഞതും, പാടുകൾ പെട്ടതും ആർനായക, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ പാപത്തെയും, പോക്കിടുവാൻ സർവശാപത്തെയും, കോപാഗ്നിയും കേടുത്തിടാൻ കർത്താ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ, നിത്യമാം നിൻ കീർത്തിയെ പാടുവാൻ, ഭൃത്യന്മാരിൽ കൃപ തന്നിടുവാൻ, നീയല്ലാതാരുമില്ല. യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ,
ദൈവമഹത്വത്തിൽ താൻ വരുമ്പോ ജീവകിരീടത്തെ താൻ തരുമ്പോ അപ്പോഴും ഞങ്ങൾ പാടിടും നാദാ നീയല്ലാതാരുമില്ല. യേശുനാഥാ ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ നീയല്ലാതാരുമില്ല. താങ്ക് യു. കാൽവറി നാഥം മിനിസ്ട്രിയിലെ എല്ലാ ദേവദാസർക്കും നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ഷോൾ ബ്രദർ. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ. ആ ഗാനത്തിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. ആ ഗാനത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ അനർത്ഥമാക്കിയ ഒരു സാക്ഷ്യമാണ് നാം ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. കർത്താവിന്റെ ദാസൻ ജോർജ് മാത്യു, ഇവാഞ്ചലിസ്റ്റ് ജോർജ് മാത്യു മൈക്കാവ്. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിൽ നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിയുന്നിടത്തോളം എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യന്തം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കഴിയുന്നിടത്തോളം വീഡിയോ ഓണാക്കിയിരുന്നാൽ നിങ്ങളെ കണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള 8:35-40 വരെയുള്ള സമയം കർത്താവിന്റെ ദാസന് തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും ഒടുവിൽ ദൈവം ഇന്ന് നമുക്ക് തരുവാൻ തന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ സന്ദേശവും കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ ബഹുമാനത്തോടെ കാൽവറിനാഥ് മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസനെ ഈ സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കാൽവറിനാഥ് മിനിസ്ട്രീസിനോട് ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില നാൾക്ക് മുമ്പ് പ്രിയ സഹോദരൻ സന്തോഷ് വിളിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയും ടെസ്റ്റിമണി പറയണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ എൻ്റെ ടെസ്റ്റിമണിയോ അധികം പ്രോഗ്രാമും ആരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ എൻ്റെ ടെസ്റ്റിമണിയുടെ പല ഭാഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കുവൈറ്റിലുള്ള ജോയ് ജോൺ മുഖാന്തരം കൂടുതൽ അങ്ങനെ കേൾക്കുവാനിട വന്നിട്ടുണ്ട്. ചിലതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിന് ഈ മുഖാന്തരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ നന്ദി പ്രാരംഭമായിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ബാല്യം മുതലുള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാ നിലയിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നു. ഞാൻ എൻ്റെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ജോർജ് മാത്യു എന്നും എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ജോർജ് കുട്ടി എന്നും ഉള്ള വെളിപ്പേരാണ് എനിക്കുള്ളത്. ഞാൻ ജനിച്ചത് ഒരു മിഷണറി കുടുംബത്തിലും ഒരു മിഷണറി ഫീൽഡിലുമാണ്, മിഷൻ ഫീൽഡിലുമാണ്. ഇങ്ങനെ പറഞ്ഞാൽ അധികപ്പറ്റാകില്ല എന്ന് വിചാരിക്കുകയാണ്. ഏകദേശം ഒരു 1-ാം നൂറ്റാണ്ടിന് തുല്യമായ ഒരു അപ്പോസ്തലിക കാലത്തെ പോലെ ഉള്ള ഒരു പ്രവർത്തന മേഖലയിലാണ് ഞാൻ ജനിച്ചത്. അതായത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്തുള്ള എടക്കരയാണ് എൻ്റെ ജന്മദേശം. എൻ്റെ പിതാവ് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. കോട്ടയത്ത് നിന്ന് 1957 സുവിശേഷ വേലയ്ക്കായിട്ട് നിലമ്പൂർ ഭാഗത്ത് വരികയും അങ്ങനെ 60-ലാണ് ഞാൻ ജനിക്കുന്നത്. അവിടെയുള്ള വളരെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ ചെറിയൊരു വീട് ആണെന്നുള്ളത്, അതിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പിതാവിനെ കുറിച്ച് പറയാതെ എൻ്റെ സാക്ഷ്യം തുടങ്ങാൻ സാധിക്കില്ല. കാരണം മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൈനിയർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു PM മാത്യു എന്നറിയപ്പെടുന്ന. പല പേരുകളാണ് തനിക്കുള്ളത്. കോട്ടയത്ത് ഐമനം കുഞ്ഞെന്നും, എടക്കരയിൽ വന്നപ്പോൾ കുഞ്ഞുപദേശി എന്നും, എന്നാൽ ഔദ്യോഗിക നാമം PM മാത്യു എന്നാണ്. താൻ 18-ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വീകരിക്കുകയും അവിടുന്ന് തൻ്റെ വിവാഹശേഷം താൻ പുതുപ്പള്ളിയിലുള്ള കൊച്ചി അഴവെഴുത്ത് പാനത്തിൽ നിന്ന്
ഉള്ള ശോശാമ എന്നുള്ള ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. ആ ഭവനം തനിക്കായിട്ട് ഒരുക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഫിലിപ്പ് കെ ആൻഡ്രൂസ് എൻ്റെ കസിനാണ്. അവരുടെ തറവാടാണത്. അവിടെ ചെല്ലുകയും എൻ്റെ അമ്മയുടെ പിതാവ് തൻ്റെ ആദ്യ നാളുകളിൽ സുവിശേഷ നിർണയം ഉണ്ടാകുന്നതിനൊക്കെയും സഹായമായി. എന്നാൽ ഭക്തസിംഗിന്റെ ഒരു പ്രസംഗമാണ് താൻ ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുവാൻ തനിക്കിട വന്നത്. അന്ന് താൻ പ്രാഥമികമായ ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് പുതുപ്പള്ളിയുമായിട്ടുള്ള ബന്ധം വന്ന ശേഷം ആത്മീയമായിട്ട് ഉറപ്പുള്ളവനായിട്ട് നിശ്ചയമുള്ളവനായിട്ട് തീർന്നു. തന്റെ പ്രാരംഭകാലത്ത് ആദ്യത്തെ 5 വർഷം കോട്ടയം സഭയോടൊക്കെയുള്ള ബന്ധത്തിൽ അവിടെയുള്ള അന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ദേവാസന്മാരോടും വളരെ ചെറുപ്പക്കാരെ ഉത്സാഹിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് അവിടെ സുവിശേഷ പ്രവർത്തനത്തിലൊക്കെയും പങ്കാളികളാകുകയും അപ്പോൾ തന്നെ തന്റെ സുവിശേഷ അറിയിക്കുന്ന ശുശ്രൂഷയുടെ വ്യത്യസ്ത പ്രോഗ്രാമിൽ, പ്രത്യേകിച്ച് ഓപ്പൺ എയർ പോലുള്ള പ്രോഗ്രാമിലൊക്കെ ധാരാളം പങ്കെടുത്തപ്പോൾ താൻ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി. സുവിശേഷ വേല അങ്ങനെ ചെയ്യേണ്ടതല്ല. ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുകയും തുടർമാനമായി ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ മാത്രമേ സഭാസ്ഥാപനം നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നുകൊണ്ട് പരേതനായ നമ്മളുടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ദേവസ്വനായിരുന്നുള്ള വി ടി മത്തായിച്ചായനോട് ആ കാര്യം ഓർപ്പിക്കുകയും അപ്പോൾ ഇങ്ങനെ തന്നോട് മറുപടി പറഞ്ഞു, എന്നാ കുഞ്ഞൊരു കാര്യം അങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ ചുമതലപ്പെടുത്തുകയും കോട്ടയത്തെ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനത്തെ ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിച്ചു. സോ ഗോസ്പൽ ക്യാമ്പയിൻ എന്നുള്ള ഒരു വാക്ക് ആദ്യമായിട്ട് ഡിക്ഷണറി ഒക്കെ നോക്കി താൻ കണ്ടുപിടിച്ച് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും അത് ഫലം കാണുകയും ചെയ്തു. എന്നാൽ തന്റെ ബാല്യം എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു സമയമാണ്. കാരണം 11 വയസ്സുള്ളപ്പോൾ തന്റെ മാതാവ് മരിച്ചു. ആ മാതാവിന് താൻ ഏകപുത്രനാണ്, മറ്റു മക്കളില്ല. അന്നു മുതൽ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി വരെ അധ്വാനിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വന്നു. 4ാം ക്ലാസ് വരെ അന്ന് പഠിക്കാൻ തനിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ തുടർന്നുള്ളതായ തന്റെ സാക്ഷ്യത്തിൽ, അതായത് പിതാവിന്റെ ജീവിതത്തെ നോക്കിയാൽ വിദ്യാഭ്യാസത്തിന് സ്കൂൾ ഒരാവശ്യമേ അല്ല. സ്കൂള് മാത്രമല്ല, സ്വയം ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചാൽ സാധിക്കുമെന്ന് താൻ തെളിയിച്ചുകൊണ്ട് താൻ ഇംഗ്ലീഷും ഹിന്ദിയും ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പഠിക്കുകയും ധാരാളം പുസ്തകങ്ങൾ ശേഖരിക്കുകയും നന്നായിട്ട് ദൈവജനത്തിൽ അധ്വാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകി. ആ നിലയിൽ താൻ നിലമ്പൂർ ഭാഗത്തേക്ക് വരികയും അവിടെ ഈ ഗോസ്പൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആ ചുറ്റുപാടുകളിലൊക്കെ നടത്തുകയും വലിയൊരു സന്നാഹമായിട്ടാണ് ചെയ്യുന്നത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഒരു മിഷൻ ഫീൽഡിൽ ജനിച്ചു വളരുക എന്ന് പറയുന്നത് എപ്പോഴും സുവിശേഷം കേട്ടുകൊണ്ടേയിരിക്കുക, എപ്പോഴും ദൈവദാസന്മാരുടെ സാമീപ്യം അനുഭവിക്കുക, പുതുതായിട്ട് മുമ്പോട്ട് വരുന്നവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുക, ഇങ്ങനെ വളരെ പ്രചോദനമുള്ള, ആത്മീയമായി പ്രചോദനമുള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ കർത്താവിനെ അറിയുവാനും എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 11ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. അതേ കാലയളവിൽ തന്നെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം, ആ ഒരു നിർബന്ധം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിട വന്നു. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സുവിശേഷം പങ്കുവെക്കുന്നത്. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം ആ വർഷത്തെ ഒടുവിൽ ഞങ്ങളുടെ എടക്കര അസംബ്ലിയിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും 3 പ്രാവശ്യം ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾ വളരെ പ്രത്യേകമാണ്. ഒന്ന്, ആത്മീയമായ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, അതായത് ആത്മീയ വർധനയ്ക്ക് സഹായകമായ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വളരെ നിർബന്ധമായിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് സുവിശേഷ വേലയ്ക്കായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. കേവലം സുവിശേഷകന്മാരെ മാത്രമല്ല, എല്ലാ ദൈവമക്കളും സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കണം. അത് നമ്മുടെ പ്രാഥമികമായ ദൗത്യമാണ്. നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവരി മരിച്ച കർത്താവിനെ സാക്ഷിക്കുന്നതിൽ യാതൊരു ലജ്ജയും ആവശ്യമില്ല. അതിന് ഏറ്റവും ശക്തിയേറിയ ഒരു വാക്യം അനേക തവണ അവിടെ എൻ്റെ പിതാവ് ഓർപ്പിക്കുകയുണ്ടായി. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
എന്നുള്ള ആ ഒരു വാക്യം വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുവാനിട വന്നിട്ടുണ്ട്. അത് രക്ഷിക്കുന്ന ദൈവശക്തിയാണ് എന്ന് പറയുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ലജ്ജിക്കാതെ വളരെ അഭിമാനത്തോടെ വലിയൊരു സാധ്യതയിലേക്ക് നമ്മുടെ ദേശത്തെയും ജനത്തെയും നയിക്കുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് സുവിശേഷം എന്നുള്ളത് വളരെ ബാല്യത്തിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ഉറച്ചു. അതുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ചെറുപ്പത്തിൽ തന്നെ വളരെ സന്തോഷവും താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്താണ് അങ്ങനെ ഒരു ക്യാമ്പിൽ സുവിശേഷ വേലയെക്കുറിച്ച് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു മിഷൻ ചലഞ്ച് എല്ലാവർക്കും നൽകിക്കൊണ്ടിരുന്ന ക്യാമ്പില് താൻ ഒരു കാര്യം ചെയ്തു. ഒരു 40 പേജിന്റെ ബുക്ക് എടുത്ത് അതിന്റെ 1ാമത്തെ പേജിൽ ഒരു സെന്റൻസ് ഇങ്ങനെ എഴുതി, അടുത്ത ഒരു ക്യാമ്പിന് മുമ്പ് ഒരാളെയെങ്കിലും കർത്താവിലേക്ക് നയിക്കുവാൻ ശ്രമിക്കും എന്നൊരു ഡിസിഷൻ. എന്നിട്ട് അതിന്റെ താഴെ ആ തീരുമാനമുള്ളവർക്കെല്ലാം പേരെഴുതി ഒപ്പിടാം എന്ന് പറഞ്ഞ ആ ബുക്ക് അവിടെ വെച്ചു. ഞാനന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ ബുക്ക് ഞാനും ചുമ്മാ തുറന്നു നോക്കിയിട്ട് എന്റെ പേരും എഴുതി ഞാൻ ഒപ്പിട്ടു. അന്ന് പേരെഴുതി ഒപ്പിട്ടതിൽ ഏറ്റവും യങ്ങായിട്ടുള്ള ആൾ ഞാനാണ്, ഏറ്റവും ബാലനായിട്ടുള്ള ആൾ. എന്നാൽ ഞാൻ അത് ഒപ്പിട്ടു എന്നേ ഉള്ളൂ. പിന്നീട് അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കുകയോ വളരെ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ആ പ്രായത്തിന്റെ സാധ്യത അനുസരിച്ചാണ് അന്നൊക്കെ ചെയ്തത്. എന്നാൽ 8th സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഒരു പുതിയ സ്കൂളിലേക്ക് മാറണം. ഞാൻ UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് മാറണം. അങ്ങനെ ചുങ്കത്തറ MBM ഹൈസ്കൂളിൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആ ചുറ്റുപാടിലുള്ള എല്ലാ UP സ്കൂളിൽ നിന്നും ധാരാളം കുട്ടികൾ, അതായത് ആ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഡിവിഷനുള്ള 8ാം ക്ലാസ്സിലെ ഡിവിഷനുള്ള M വരെ ഡിവിഷൻ ഉണ്ട്. 8ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാ UPയിൽ നിന്നും അവിടേക്കാണ് കുട്ടികൾ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ അധികം കുട്ടികളും ഡിവിഷൻസും ഉള്ള ഒരു കൂട്ടമാണ്. അതിൽ എനിക്ക് ഒരു ഡിവിഷനിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഞാൻ ഈ ഒപ്പിട്ടതൊക്കെ അങ്ങനെ ഓർത്തൊന്നും ഇരുന്നില്ല. പക്ഷേ സ്കൂൾ തുടങ്ങിയ ആദ്യ നാളിൽ തന്നെ എനിക്ക് പുതിയ കൂട്ടുകാരാണ്. ഈ പുതിയ ആളുകളെ എല്ലാം പരിചയപ്പെടുന്ന കൂട്ടത്തില് പരിചയപ്പെട്ടു വരുമ്പോൾ സുവിശേഷവും കൂടെ പറയുന്ന ഒരു സ്വാഭാവികതയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ ആദ്യമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുന്ന ഒരു ജോർജ് തോമസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതനോടാണ്. താൻ അവിടെ വെച്ച് തന്നെ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് ഡെസ്കിൽ തലകുനിച്ചിരുന്ന് കർത്താവിനെ ഏറ്റുപറയാനായിട്ട് ഇടവന്നു. അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്ര വേഗം ഒരാൾ രക്ഷിക്കപ്പെടാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഇതൊരു ക്ലാസ് റൂമാണ്, ഒരു കൺവെൻഷൻ പന്തലല്ല. ഞാനൊരു സുവിശേഷകനോ ഉപദേശിയൊന്നും അല്ല, ഒരു കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത് മാത്രമാണ്. അദ്ദേഹം ഒരു പുതിയതായിട്ടുള്ള ഒരു പരിചയപ്പെടുന്ന വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹത്തെയും കൊണ്ടാണ് അന്ന് ആദ്യമായിട്ട് ക്യാമ്പിന് പോകുന്നത്. അങ്ങനെ ഞാൻ മാത്രമാണ് ആ പിന്നെ നടന്ന ക്യാമ്പിൽ ഒരാളെ കർത്താവിലേക്ക് നയിച്ച് അവിടെ ക്യാമ്പിൽ എത്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. അതിനുശേഷം പിന്നീട് എൻ്റെ അടുത്ത് വരുന്ന ഓരോ കുട്ടികളോട് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു. അതിൽ സുവിശേഷം പറഞ്ഞ അതിൽ 10 പേര് ആ വർഷം തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിട വന്നു. അതിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള കുവൈറ്റിൽ ആയിരിക്കുന്ന സഹോദരൻ ജോയ് ജോൺ. താൻ എന്തോ ആവശ്യത്തിനായിട്ട് എൻ്റെ ബെഞ്ചിലേക്ക് വന്നിരിക്കുകയും ഞങ്ങള് പരിചയപ്പെടുകയും, ഞങ്ങൾ മുൻപരിചയമുള്ളവരല്ല, ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് ആ വർഷം പരിചയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ കുറച്ചേ എനിക്ക് സുവിശേഷമൊക്കെ പറയാനുള്ളൂ. അധികം പറയാനുള്ള പ്രാപ്തിയൊന്നും അന്നില്ല. എന്നാൽ സുവിശേഷം ഏറ്റവും ബ്രീഫായിട്ട് പറയാനായിട്ടൊന്ന് സാധിക്കുമായിരുന്നു. അത് പറഞ്ഞ പാടെ ജോയ് ജോണ് കർത്താവിനെ സ്വീകരിക്കണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ഡെസ്കിൽ തലകുനിച്ചിരുന്ന് ആരും അറിയാതെ, കാരണം ക്ലാസ് ടീച്ചർ ഇല്ലാത്ത ഒരു ഹവറായിരുന്നു, എല്ലാവരും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങള് സുവിശേഷം പങ്കുവെച്ച് അങ്ങനെ തലകുനിച്ചിരുന്ന് അവിടെ കർത്താവിനെ ഏറ്റു പറയുവാനായിട്ട് അത് ജോയ് ജോണിന് കഴിഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ദൈവസ്നേഹം നമ്മിൽ രൂപപ്പെട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം തുടർന്നുള്ള ദിവസങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടതായ സ്നേഹിതന്മാരുമായിട്ട് എനിക്ക് കൂടുതൽ അഭേദ്യമായ ഒരു ആത്മബന്ധം രൂപപ്പെടുകയാണ്. അവർക്ക് എന്നോടും അത് തോന്നുകയാണ്. ആ നിലയിൽ
ദൈവസ്നേഹത്തിന്റെ പരിചയങ്ങൾ, അതായത് അവർക്ക് വേണ്ടിയുള്ള എന്റെ സമർപ്പണവും ഉത്തരവാദിത്വവും ഒക്കെ തുടരുവാനായിട്ട് കൂടുതൽ സാധിച്ചു. അതുപോലെ തന്നെയാണ് ഗോപിനാഥൻ, രാമേന്ദ്രൻ, ജോർജ് കെ അഗസ്റ്റിൻ, ഇങ്ങനെ തുടങ്ങി 10ഓളം വിദ്യാർത്ഥികളാണ് അന്ന് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ആ വർഷം ഇടവന്നു. എന്നാൽ പിറ്റേ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഈ 3 പേരെയാണ് അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്കിട വന്നത്. അത് ജോയ് ജോണ്, അന്ന് ശിവാനന്ദൻ എന്നാണ് തന്റെ പേര്. ഗോപിനാഥൻ താൻ്റെ സുവിശേഷകനാണ്. ഇപ്പോൾ വേറെ ഒരു രാമേന്ദ്രൻ എന്ന് പറയുന്ന സ്നേഹിതൻ. തനിക്ക് ആദ്യകാലങ്ങൾ മുന്നോട്ട് വരാൻ കഴിഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് വലിയ പ്രശ്നം നേരിട്ടതിന്റെ ഫലമായിട്ട് തനിക്ക് തുടരുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ 3 പേരെയും കൊണ്ടാണ് അടുത്ത ക്യാമ്പിൽ എനിക്ക് പോകുവാനായിട്ട് വന്നത്. എന്നാൽ ആ ഒരു കാര്യം പിന്നെ തുടർന്നു. ഇത് ആരോടും സുവിശേഷം പറയുവാൻ അന്ന് എനിക്ക് വളരെ താല്പര്യമായിരുന്നു. പരിചയപ്പെടുന്ന എത്ര പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിലും പരിചയപ്പെടുന്നതിന്റെ അന്ത്യത്തിൽ സുവിശേഷം പങ്കുവെക്കാതെ അത് അവസാനിക്കാറില്ല. അത് ബസ്സിലായിരുന്നാലും അത് ട്രെയിനിലാണെങ്കിലും അങ്ങനെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഈ സുവിശേഷം പങ്കുവെക്കുന്ന ഒരു കൗതുകമുള്ള കാര്യമായി തീർന്നു. അതിൽ ബസ്സിലിരുന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്. പിന്നീട് സുവിശേഷം അവരോട് ചിലയിടത്തൊക്കെ ആർഗ്യുമെന്റ് ഒക്കെ വരും. എന്നാലും ആ ഒരു ദൈവകൃപയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആ കാലത്ത് എനിക്ക് വളരെ സാധിച്ചു. എന്നാൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ അന്ന് ലഭിക്കുമായിരുന്നു. എനിക്ക് ഷുവർ കാർഡ് വന്നതാണ്. എന്നാൽ ആ കാർഡ് എനിക്ക് ലഭിക്കാതിരിക്കുകയും ഞാൻ ലഭിക്കാതിരിക്കുന്ന മറ്റൊരാളുടെ വീട്ടിലാണ് ആ കാർഡ് പോയി ചെന്നത്. അതുകൊണ്ട് എനിക്കത് ലഭിച്ചില്ല. എന്നാൽ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് മറ്റൊരു നിലയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടായി. ദൈവം എന്നെ കോഴിക്കോട്ടേക്ക് അയക്കുകയാണ് എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നാൽ എന്നെ കോഴിക്കോട്ട് അയച്ചത് ഒരു തുടർ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യത്തിൽ ആയിരുന്നില്ല, മറിച്ച് ഒരു മിഷണറി സ്റ്റുഡന്റ് ആയിട്ടാണ് എന്നെ അയച്ചത്. സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോഴിക്കോട്ട് ചെന്ന് കഴിഞ്ഞാണ് ഇതെല്ലാം, പിന്നീടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞാനൊരു സുവിശേഷ വേലയ്ക്കായിട്ട് അല്ല കോഴിക്കോട്ടേക്ക് പോയത്. എന്റെ തുടർ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലാണ്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കുണ്ടായ അനുഭവം വളരെ വിചിത്രമായിരുന്നു. ഞാൻ ചെന്ന് അധികം കഴിയാതെ അന്ന് ബാലസംഘത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റു. അവിടുത്തെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വളരെ ഏർലി, ഞാനൊരു പ്രിൻസിപ്പൽ അധ്യാപകനായിരിക്കാനുള്ള പ്രായം തോന്നിയിരിക്കില്ല. പക്ഷേ അന്ന് എനിക്ക് അത് നിർവഹിക്കേണ്ട വന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ച ആ കോളേജിലും അതിന്റെ ചുറ്റുപാടുള്ള എല്ലാ കോളേജുകളിലും ആ കാലഘട്ടത്തിലെ പ്രയർ ഗ്രൂപ്പുകൾ ആരംഭിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ലഭിച്ചു. അന്ന് കോളേജിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു EU എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് എനിക്കിട വന്നു. അങ്ങനെ EUമായി ബന്ധപ്പെട്ട് എല്ലാ കോളേജിലും, പട്ടണത്തിലുള്ള എല്ലാ കോളേജുകളിലും, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, അതുപോലെ ആർട്സ് കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, ഇങ്ങനെ തുടങ്ങി എല്ലാ കോളേജുകളിലും പ്രയർ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ അന്ന് സാധിച്ചു. എന്നോടൊപ്പം മറ്റ് ചില ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് ബ്രദറുകാരനായിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം മറ്റു ഭാഗങ്ങളിലുള്ളവരാണ്. കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഏറ്റവും, അതായത് 80-83 കാലയളവിൽ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ രക്ഷിക്കപ്പെടാനായിട്ട് ഇടവന്ന സമയമാണ് അത്. ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ. ഞങ്ങളുടെ കോഴിക്കോട് സഭയിലായിരുന്നു ഞാൻ അന്നേരം ആയിരുന്നത്. ഞങ്ങളുടെ ഇരുവശങ്ങളിലുമായി പുതുതായി രക്ഷിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ബെഞ്ചിൽ നിറഞ്ഞു തുടങ്ങി. മാത്രമല്ല ഇവരൊക്കെ വ്യത്യസ്ത വിഭാഗക്കാരായിരുന്നു. വെച്ചാൽ CSI, മർത്തോമ, ഹിന്ദുക്കൾ എന്നൊക്കെയുള്ള അനേകരുണ്ട്, യാക്കോബായ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും EUവിന്റെ ഒരു പോളിസി അനുസരിച്ച് രക്ഷയെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ചും വരെയാണ് നമുക്ക് അവിടെ പഠിപ്പിക്കാൻ ആ പ്ലാറ്റ്ഫോമിൽ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്നാനം തുടങ്ങി വേർപാട്, അതുപോലെ തന്നെ ബ്രേക്ക് ഓപ്പറേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവിടെ പഠിപ്പിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം സഭ മാറ്റം, ആ ശുശ്രൂഷയെ മറ്റുള്ളവരുമായുള്ള ആ സഹകരണത്തിന് തടസ്സം വരും എന്നുള്ളൊരു പോളിസി വെച്ചിട്ട് EUവില് അതിന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ വ്യക്തിപരമായിട്ട് ഈ സഹോദരങ്ങളൊക്കെ ഞങ്ങളോട് ഈ സ്നാനത്തെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ, അന്നുള്ള പ്രയർ ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, അവിടെ അവര് പേഴ്സണലായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു മുമ്പോട്ട് വരുന്ന സമയത്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച്
പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്ത് ബോധ്യപ്പെടുന്നു, നിങ്ങൾ പേഴ്സണലായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകും. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിച്ചെന്നാൽ പിന്നീട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരത്തക്ക രീതിയിൽ ഈ അല്ലാതെ തന്നെ ഞങ്ങളുടെ ആ ഒരു ഫെലോഷിപ്പ് ഒരുമിച്ച് ചേർന്ന് ഒരു സഭ, പബ്ലിക്കൽ സഭ എന്താണ് എന്ന് വചനത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്യും. ആ ക്യാമ്പിൽ വെച്ച് ദൈവത്തിന്റെ ഈ ഭൂമിയിലെ ഏക കാര്യപരിപാടി കർത്താവിന്റെ സഭയാണ് എന്നുള്ള സത്യം അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ആ 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളായ വിശ്വാസികളും ഇതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് നഷ്ടപ്പെടണം എന്നുള്ളൊരാശയത്തിലേക്ക് അവർ വരികയും അവരെല്ലാവരും തന്നെ സ്നാനമേൽക്കുകയും അങ്ങനെ മുമ്പോട്ട് ഒരു പുതിയ സഭാ കൂടിവരവിന് തന്നെ ആ വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഇടവന്നു. അത് പിന്നീട് വലിയൊരു മുന്നേറ്റത്തിന് കാരണമായി കേരളത്തിന്റെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ നിലയിൽ ഉള്ളതായ പ്രാദേശിക സഭകൾ രൂപപ്പെടുവാനായിട്ട് ആ വിദ്യാർത്ഥികൾ മുഖാന്തരമായിട്ട് തീർന്നു. അതിൽ വലിയൊരു ഇൻവോൾവ്മെന്റ് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പുതുതായിട്ട് മുമ്പോട്ട് വരുന്ന ഈ വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു പങ്കാളിത്തം, അതായത് അവരെ എൻകറേജ് ചെയ്യണം, അവർ ഡൗട്ട്സ് ക്ലിയറിങ്, അവരുമായിട്ട് ഫെലോഷിപ്പ് സമയം ചെലവഴിക്കണം. ഞങ്ങളുടെ ഭവൻ ഒരു ഓപ്പൺ ഹൗസ് ആയിരുന്നു. വിദ്യാർത്ഥികൾ രാവിലെ 6 മുതൽ 11 വരെ തുടർമാനമായിട്ട് വരികയും എൻ്റെ മാതാവ് ഇവർക്ക്, ഞാൻ ഓർക്കുന്നുണ്ട്, ചായ എടുക്കുന്ന ഒരു ചായക്കട പോലെയായി മാറിയിട്ടുണ്ട്. കാരണം അതുപോലെ കുട്ടികൾ ഇങ്ങനെ പുറകെ വരും. 1 മണിക്കൂർ, അരമണിക്കൂർ, 2 മണിക്കൂർ ചെല്ലവിടെ താമസിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക അനുഭവമായിട്ട് അത് തീരുകയാണ് ചെയ്തത്. ഇതേസമയം തന്നെ എൻ്റെ പിതാവ് നിലമ്പൂരിൽ നിന്ന് തന്നെ അവിടെയുള്ള ഒരു 72 വരെയുള്ള കാലയളവിന് ശേഷം ചുറ്റുപാടൊക്കെയും സഭകളൊക്കെ രൂപപ്പെട്ടു. അതിനുശേഷം കണ്ണൂർ ഇരിട്ടി ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് എനിക്ക് പ്രേരണയുണ്ടായി. ആ നിലയിൽ കണ്ണൂരേക്ക് പോവുകയും അവിടെയുള്ള ഇരിട്ടി, ഉളിക്കൽ, എരുതുകടവ് സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുവാനും അവിടെ സഭാ കൂടികൾ രൂപപ്പെടുവാനും അനേകർ രക്ഷയിലേക്ക് നടത്തപ്പെടുവാനും ഇടവന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, അതായത് സാമ്പത്തിക പിന്തുണ ഇല്ലാതെ നടന്ന ഒരു പ്രവർത്തനമാണ്. കാരണം അത്രയ്ക്കും പരിമിതികളിലൂടെയാണ്, വിശ്വാസത്താൽ മാത്രം നടന്ന വളരെ വിജയകരമായ ഒരു പ്രവർത്തനവും കൂടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇവിടെ സമയം പോരാ, അതുകൊണ്ട് ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. ഞങ്ങളുടെ പിതാവിന്റെ ജീവിതമാണ് ഞങ്ങളെ എല്ലാവരെയും ഏറ്റവും അധികം സ്വാധീനിച്ചത്. സുവിശേഷത്തിന് വേണ്ടി എത്ര വരെ കഷ്ടം സഹിക്കാം എന്നുള്ളതിന് പരിധിയില്ലെന്നും കർത്താവിന്റെ സ്നേഹത്തിന് തിരിച്ച് നമ്മുടെ പ്രാണൻ നൽകുന്നത് വരെയുള്ള സ്നേഹം ആകാം എന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച, യാതൊരു ഉപാധികളുമില്ലാതെ, യാതൊരു പരാതിയുമില്ലാതെ സുവിശേഷം അറിയിക്കുന്നതിലും സഭകൾ സ്ഥാപിക്കുന്നതിനും അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടെ നിന്ന് സഹിക്കുവാനായിട്ട് എനിക്കും ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. തന്റെ പിതാവിനോടുകൂടി അവസാന നാൾ വരെ ആയിരിക്കുവാനായിട്ടാണ് എനിക്ക് ഇവിടെ വന്നത്. ഞങ്ങള് എൻ്റെ തുടർന്നുള്ളതായ നാളുകളിൽ 83 തോന്നുന്നു ഞങ്ങളുടെ ഇടക്കരയിലുള്ള സ്ഥലം വിൽക്കുകയും ആ പണം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ഒരു തീരുമാനം പിതാവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണം മുഴുവനായിട്ട് കോഴിക്കോട് പട്ടണത്തിൽ വന്ന് അവിടെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഒരു വാഹനമൊക്കെ വാങ്ങി അങ്ങനെ ചെലവഴിക്കുകയും ഞങ്ങൾ അവിടെ ഒരു റെന്റഡ് ഹോമിലേക്ക് ഞങ്ങളുടെ താമസമായിരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തമായ വീടും സ്ഥലവും ഒന്നും ഇല്ലാതെ ആണ് കോഴിക്കോട് ഞങ്ങൾ ആയിരുന്നത്. എന്നാൽ തുടർന്ന് 2 വർഷത്തോളം അവിടെ പ്രവർത്തിച്ച ശേഷമാണ് കോഴിക്കോടിന്റെ സബർബൻ ചുറ്റുപാടുകളിലേക്ക് സുവിശേഷ വേല വ്യാപിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോഴാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഏകദേശം 35 കിലോമീറ്റർ അകലെയായിട്ടുള്ള ഈ മൈക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫാദർ വരികയും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഈ പ്രദേശം ഒരു കൊയ്ത്തിന് വിളഞ്ഞ നിലമായിരുന്നു. കാരണം യാക്കോബായ കേന്ദ്രമാണ്. ഇവിടെ 2 കക്ഷികൾ തിരിഞ്ഞ് അവരുടെ ആത്മീയ ജീവിതം വളരെ താറുമാറായി, മദ്യപാനവും ഒക്കെ വളരെ കൂടുതൽ പേരിലേക്ക് വ്യാപിച്ച് അങ്ങനെ നശിച്ചു പോയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന സുവിശേഷന്മാരെ ഒന്നും അവരങ്ങനെ സ്വീകരിക്കുകയില്ല. എന്നാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ആരംഭകാലം തന്നെ സുവിശേഷം അറിയിക്കാനുള്ള ഒന്നും എല്ലാ ഭവനങ്ങളിലും പോയി അന്ന് തുടക്കത്തിൽ തന്നെ ചിലരൊക്കെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടവന്നു. അങ്ങനെ
കർത്താവിലേക്ക് വന്നതായ ഒരു കുടുംബമാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു സിജോ വർഗീസ് ഉണ്ട്. തൻ്റെ ഭവനം ആ നിലയിൽ അന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഒരു കുടുംബമാണ്. തൻ്റെ പിതാവും മാതാവും അവരുടെ കുടുംബം എല്ലാവരും തന്നെ കർത്താവിനെ സ്വീകരിക്കുവാനിട വന്ന ഒരു കാലയളവായിരുന്നു. അങ്ങനെ ഞാനും പിതാവിനോട് കൂടെ ഈ മൈക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ താമസിക്കുകയും ഇവിടെ രൂപപ്പെട്ടതായ പുതിയ സഭയിലുള്ള മുമ്പോട്ട് വന്ന അംഗങ്ങൾ എല്ലാവരും പുതിയതാണ്. അവർക്ക് കാലപരിചയങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വളരെയധികം സ്ട്രഗിൾസ് അവർക്കുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ട് അവർക്ക് ആവശ്യമായിരുന്നു. കുടുംബജീവിതത്തോളത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ പൂർവ്വകാല ജീവിതത്തിന്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവരെ ബാധിച്ചിരുന്നുകൊണ്ട് എല്ലാ അളവിലും അവർക്ക് കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ തുടർന്നുള്ളതായ നാളുകൾ ഇവിടെ ചെലവിടുവാനും പിതാവിൻ പ്രായമായി വരുന്ന സാഹചര്യത്തിൽ ഞാൻ തന്റെ പിതാവിനോട് ചേർന്ന് തന്നെ ഈ പ്രദേശത്തായിരിക്കും ഇവിടെയുള്ള ദൈവജനത്തിന്റെ ആ ഒരു ടഫ് കാലയളവിൽ ഇവിടെ അവരോട് കൂടെ ചേർന്ന് അവരുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ അഭ്യസിപ്പിക്കുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ത്യാഗോജ്വലമായ നിലയിൽ തന്നെ ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നല്ലൊരു കാലയളവ് മുഴുവൻ ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് പിതാവിന്റെ അന്ത്യം വരെയും ഇവിടെ ശുശ്രൂഷിക്കാനിട വന്നു. അതിന് അതേ സമയത്ത് തന്നെയാണ് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ആയ ശേഷം പിന്നെയും പിതാവ് മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനത്തിനായിട്ട് പോയി. കണ്ണൂർ ജില്ലയിലെ ഉള്ളതായ പിലാത്തറയും സ്ഥലം പോവും. അതുപോലെ തന്നെ ഇവിടെ മുതുകാട് എന്ന് പറയുന്ന സ്ഥലം, എനിക്ക് ആ മുതുകാടുള്ള ഒരു സഹോദരൻ ഡൽഹി വെച്ച് രക്ഷിക്കപ്പെട്ടു. ആ സഹോദരനെ പരിചയപ്പെട്ടതുകൊണ്ട് അവരുടെ സ്ഥലം എന്നുള്ള നിലയിലാണ് മുതുകാട് എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലത്തേക്ക് പോവുകയും അതൊരു വളരെ റിമോട്ടും വളരെ പ്രത്യേകതയുള്ളതായ ഒരു സ്ഥലമാണ്. മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ പോയി അവിടെ പ്രവർത്തിക്കുവാനും അവിടുന്ന് 4-5 കുടുംബങ്ങൾ കർത്താവിനെ സ്വീകരിക്കാനിട വന്നു. ആ നിലയിൽ അവിടെ ഒരു സഭാകുടീരം ആരംഭിച്ചു. എന്നാൽ ആ സഭാകുടീരം ആരംഭിച്ചത് ഒരു മലയുടെ മുകളിലാണ്. താൻ 2 അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണ് എൻ്റെ പിതാവ്. ആ സമയങ്ങളിൽ താൻ വളരെ ശ്രമകരമായിട്ടാണ് അന്ന് അവിടെ ആ മലയുടെ മുകളിലേക്ക് കയറി പോകുന്നത്. കാരണം വഴിയൊന്നുമില്ല, നടവഴി മാത്രമേ ഉള്ളൂ. അതിലൂടെ നടന്ന് പല സ്ഥലത്ത് ഇരുന്നിരുന്നാണ് റെസ്റ്റ് എടുത്താണ് അതിന്റെ മുകളിലെത്തുക. അങ്ങനെ എനിക്ക് കൂടുതൽ പ്രായോഗിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയും പിന്നീട് അവിടെ പോയി അതിന്റെ അവിടെയുള്ള ദൈവജനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഉള്ളതായ പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങനെ ഇവിടെ താഴെ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ കൂടി ഒരു മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. ഈ കാലയളവിലൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി രൂപപ്പെടാനല്ല സാധിച്ചത്. കാരണം ഒരു അപ്പോസ്തലിക കാലത്തെ പോലെ സുവിശേഷ വേല ചെയ്ത് അപ്പോസ്തലിന്റെ ജീവിതത്തിലെ എല്ലാ കാഴ്ചപ്പാടുകളെയും ഏറെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് തന്നെ സാഹസികവും ത്യാഗോജ്വലവുമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ആത്മീയമായ സമകാലികമായി ഈ സുവിശേഷ വേലയും പണവുമായുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സാറിന് നേരിടാറുണ്ട്. എന്നാൽ തന്നെ സംബന്ധിച്ച് അതൊന്നും വകവയ്ക്കാതെ തൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ഉള്ളതല്ല, തനിക്ക് ഇന്നെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ മാത്രം ലക്ഷ്യമാക്കി താൻ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പരിമിതികൾ നേരിട്ടിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. എങ്കിലും ദൈവം ആവശ്യമായത് തക്ക സമയത്ത് നൽകി തൻ്റെ ദൗത്യം, തൻ്റെ ഓട്ടം തികയ്ക്കുവാൻ ദൈവം വലിയ കരുണ കാണിച്ചു. എന്നാൽ അതേ സമയം തന്നെ എനിക്ക് അന്ന് ഞാൻ കോഴിക്കോട് ടൗണിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ അവര് സഭകളായി രൂപപ്പെട്ടു. ദൈവജനം പഠിക്കുവാൻ അവർക്ക് ഇടവന്നു. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി മിഷണറി പ്രവർത്തനത്തിനായിട്ട് പലരും പോയി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറി പാർക്കുകയും ചെന്നിടത്തെല്ലാം സഭകൾ രൂപപ്പെടുവാൻ ഇടവന്നു. എന്നാൽ അവർ ബ്രദറൻ അസംബ്ലി എന്നുള്ള പേരിലല്ല എന്നുള്ളത് കൊണ്ടും അവരൊരു പ്രാദേശിക സഭകൾ എന്നുള്ള നിലയിലാണ് അവരറിയപ്പെട്ടത്. ആ നിലയിൽ അവര് മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പിതാവിനോട് ചേർന്നാണ് ഈ ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടവന്നത്. ഇതിനോടകം 83 നമ്മുടെ ബ്രദറൻ കൂട്ടത്തിൽ എന്നെ ഏറ്റവും ഭാരപ്പെടുത്തിയതായ ഒരു വിഷയമായിരുന്നു, ധാരാളം യുവജനങ്ങൾ നമുക്കുണ്ട്, എന്നാൽ അവർക്ക് സമയത്ത് ഒരു മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല. ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പക്കലുണ്ട്, എന്നാൽ ബാലസംഘത്തിന്റെ പ്രായത്തിന് ശേഷം അവർക്ക് യാതൊരു ഗൈഡൻസും ഇല്ലാതെ അവരുടെ ആത്മീയ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നുള്ള ഒരു വളരെ ശോച്യമായ അവസ്ഥ കണ്ടപ്പോൾ അങ്ങനെയാണ് അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും
പലരുമായിട്ട് ആ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് 83 ആദ്യമായിട്ട് ജോൺ ഗുരനുമായിട്ട്, കോട്ടയത്തുള്ള ജോൺ ഗുരൻ സോഹനുമായിട്ട് കണ്ടുമുട്ടുവാനും ഞങ്ങൾക്കൂടെ കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാനും ആദ്യമായി കാണുകയും ഈ ആത്മീയ ഭാരം താനുമായി പങ്കുവെച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് കൂടി വന്നു. എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പങ്കാളിയാകാം എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കുകയും ദൈവം അതിന് വഴിയൊരുക്കുകയും ചെയ്തു. കേരളത്തിലെ യുവജനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് നല്ലൊരു മാർഗനിർദ്ദേശം ലഭിക്കത്തക്ക രീതിയിൽ, അവർക്ക് ട്രെയിനിങ് ലഭിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയും അതാണ് യൂത്ത് മിനിസ്ട്രി എന്നുള്ളതിൽ അറിയപ്പെട്ടു. ആ ശുശ്രൂഷ മുഖാന്തരം 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ പുതുക്കുവാൻ മാത്രമല്ല, അടിസ്ഥാന ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ എന്താണ് നാം വിശ്വസിക്കുന്നത് എന്നുള്ളതും, എന്താണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും, അവരുടെ കലാലയങ്ങളിൽ അവർ നേരിടുന്നതായ വളരെയധികം പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാൻ കഴിയും, വ്യക്തിഗതമായ ആത്മീയ ജീവിതം എങ്ങനെ സൂക്ഷിക്കണം, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അന്ന് ആ ക്യാമ്പുകളിൽ പരിശീലിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനായിട്ട് അനേകം ട്രെയിനിങ് കൊടുക്കുവാനും ഒക്കെ ഇടവന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയും എനിക്ക് വലിയൊരു ഇൻവോൾവ്മെന്റ് ലഭിച്ചതായ ഒരു ശുശ്രൂഷയാണ്. YMF-നോടുള്ള ബന്ധത്തിലും എനിക്ക് പങ്കെടുക്കുവാനും അതിൽ എൻ്റെ പ്രായത്തിനനുസരിച്ച്, അതായത് YMF പങ്കെടുക്കേണ്ട യുവജനങ്ങളാണല്ലോ, ആ പ്രായത്തിൽ അതിലും എനിക്ക് ഇൻവോൾവ് ചെയ്യാനും അതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും എനിക്ക് ഇടവന്നിട്ടുണ്ട്. എന്നാൽ ഈ സുവിശേഷ യജ്ഞം ഏർപ്പെടുക എന്ന് പറയുന്നത് വിവിധ നിലകളിൽ സാധിക്കും. എന്നാൽ എൻ്റെ അനുഭവത്തില് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്നതായ ഈ ഭാരം എന്ന് പറയുന്നത് നാം കാണുന്ന ഏതൊരു വ്യക്തിയോടും സുവിശേഷം പങ്കുവെക്കാനായിട്ട് നാം തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അതിൽ എന്നെ ഏറ്റവും ശക്തമായി പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ആ വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാണ്. അത് യഹൂദനെന്നില്ല, യവനെന്നില്ല, അത് ഏതൊരു വ്യക്തിക്കും ദൈവം രൂപീകരിച്ചിരിക്കുന്ന, ഭൂമിയിൽ ദൈവം രൂപീകരിച്ചിരിക്കുന്ന ആത്മരക്ഷയ്ക്കുള്ള ഏക വഴിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിന് സുവിശേഷകനായി രൂപപ്പെടേണ്ട കാര്യമൊന്നുമില്ല, മറിച്ച് എല്ലാ വിശ്വാസികളും ദൈവം നാം ആദ്യം പാട്ടിൽ ഓർത്തതുപോലെ ആ സ്നേഹത്തിന്റെ ഇടയനായ കർത്താവിനെ അറിഞ്ഞ എല്ലാ വ്യക്തികൾക്കും ആ ദൈവസ്നേഹം പങ്കുവെക്കാനുള്ള സ്വാഭാവികമായ പ്രേരണയുണ്ട്. എന്നാൽ മനഃപൂർവ്വമായി പറയാതിരിക്കുവാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാതിരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ അനുഭവം അതാണ്. ഏതൊരു സാഹചര്യത്തിലും നിർഭയം കാണുന്ന ആരോടും ഏത് സാഹചര്യത്തിലും സുവിശേഷം പങ്കുവെക്കുവാനായിട്ടുള്ളതായ ഒരു സാഹചര്യം നമുക്ക് ലഭിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ട്രെയിനിൽ വെച്ചൊക്കെ സുവിശേഷം പറയാൻ ശ്രമിച്ചിട്ട് ട്രെയിനിന്റെ ആ കമ്പാർട്ട്മെന്റിൽ, ആ ബോഗിയിലുള്ള അല്ലെങ്കിൽ ആ റൂമിലുള്ള എല്ലാവരും കേൾക്കെ പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഞാനത് ചെറിയൊരു അനുഭവമായിട്ട് പറയാം. അതായത് ഒരിക്കൽ വളരെ തിരക്കുള്ള മലബാർ എക്സ്പ്രസ് ഞാൻ കയറുകയാണ്. അവിടെ ഒരു കാൽ പോലും കുത്താനായിട്ടുള്ള സ്ഥലമില്ല. ആളുകളെല്ലാം വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. വളരെയധികം സീറ്റിന് വേണ്ടി നിൽക്കാനും ഒക്കെ വളരെ ശ്രമിക്കുകയാണ്. ആരും അവരെ സഹായിക്കുന്നില്ല. നമുക്കറിയാം, ട്രെയിനിൽ ഒരു കണ്ടക്ടർ ഇല്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ എന്താ, അങ്ങനെ അവരുടെ ലഗേജുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനും നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒന്ന് ഇരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും. ഞാൻ സീറ്റൊന്നും പിടിച്ചില്ല, അങ്ങനെ ഇവരെ ഒന്ന് സഹായിച്ചു കുറച്ചു നേരത്തെ. അപ്പൊ അല്പനേരം കഴിഞ്ഞപ്പം എല്ലാവർക്കും അവകാശമായി നിൽക്കാനും അവരുടെ ലഗേജ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് ആളുകളൊക്കെ പ്രായമുള്ളവരെയൊക്കെ ഒന്ന് അങ്ങനെ ഒരു സഹകരണത്തിലേക്ക് ആ ക്യാബിനിലുള്ളവരെ കൊണ്ടുവന്നു. അങ്ങനെ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത്, അവിടെ ഇരിക്കുന്ന ഒരാള് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാണ്, നിങ്ങൾക്ക് വിളിപ്പിക്കാം. എനിക്ക് വേണ്ടി അദ്ദേഹം ആ സീറ്റ് ഓഫർ ചെയ്തു. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുകയും ഇരുന്ന ശേഷം ആ ക്യാബിനിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയും പിന്നീട് ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ അവർ തയ്യാറായി. അങ്ങനെ പൊതുവായ വിഷയങ്ങളൊക്കെ സംസാരിച്ച ശേഷം പതുക്കെ ആത്മീയമായ വിഷയങ്ങളിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ജനിച്ചെവിടെയോ വളർത്തപ്പെട്ടു, അതിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റായ അനുഭവങ്ങൾ കടന്നു വന്നു. അത് നമ്മുടെ പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള എങ്ങനെയോ എവിടെയോ ജനിച്ചു, ഏതോ മതത്തിലോ ഏതോ കുടുംബത്തിലോ നാം ജനിച്ചു, അതിനൊന്നും നമുക്ക് ഉത്തരവാദിത്വമില്ല. എന്നാൽ വളർന്നു വരുമ്പോൾ ഒരു തിരിച്ചറിവിന്റെ കാലത്തിലേക്ക് നാം വരുമ്പോൾ
നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി. ലോകം എന്താണ്, ജീവിതം എന്താണ്. അങ്ങനെ വരുമ്പോൾ ഒരു തിരിച്ചറിവിന്റെ രണ്ടാം ജന്മം നമുക്ക് ആവശ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ സഹായിക്കാനായിട്ട് യേശു, നീ വീണ്ടും ജനിക്കുക, വീണ്ടും ജനിച്ചാൽ തീർച്ചയായിട്ടും നിനക്കൊരു പുതിയ ജീവിതം ലഭിച്ചു. അതെ, നിനക്ക് ഏകനായിട്ട് സാധിക്കില്ല എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇതാണ് യേശു ക്രിസ്തു ലോകത്തിന് വാഗ്ദാനം ചെയ്ത കാര്യം. ആ നിലയിൽ സുവിശേഷം പങ്കുവെച്ചപ്പോഴേ അവിടെയുള്ള ആ ക്യാബിലുള്ള ആർക്കും തന്നെ അതിനെ എതിർക്കാൻ തോന്നിയില്ല, അതിനെ ചോദ്യം ചെയ്തില്ല. അവരുടെ മുഖമെല്ലാം പ്രസന്നമാകുകയാണ്. അവർ ചായ പറയുന്നു. വളരെ ആ ഒരു രാത്രി സന്തോഷത്തിന്റെയും പുതിയൊരു അനുഭവത്തിന്റെയും സമയമായിട്ട് തീർന്നു. ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ വെച്ച് ഞാനും എൻ്റെ പിതാവും എൻ്റെ സിസ്റ്ററും കൂടെ യാത്ര ചെയ്തു. ബസ്സിൽ നിൽക്കുന്ന ഞങ്ങൾ രണ്ടും നിൽക്കുകയാണ്. എൻ്റെ പിതാവിനും അതുപോലെ തന്നെ എൻ്റെ പെങ്ങൾക്കും ഒക്കെ സീറ്റ് കിട്ടി. എനിക്ക് സീറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുമ്പോൾ അടുത്തിരിക്കുന്നതായ ആളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. സംസാരിച്ച് വിശേഷം പറയാൻ തുടങ്ങി. വിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടി. അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് അടുത്ത് പോയി നിന്നുകൊണ്ട് ഞാൻ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പറയുന്ന വിഷയം കേട്ടുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് താൻ തയ്യാറായി. അല്പം ശബ്ദത്തിൽ താൻ എന്നോട് ശാസിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ഈ ആത്മീയ വിഷയങ്ങളിൽ അവർ കാത്തലിക്കാണ്. പക്ഷെ അവർക്ക് ഇതിൽ പരിചയമില്ലാത്തൊരു കാലമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം എന്നെ അദ്ദേഹം ഇങ്ങനെ തിരിച്ച് ശാസിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഇത് ഫാദറാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. കാരണം അങ്ങനെയുള്ള പരിചയമൊന്നുമില്ല. രാത്രി ഏകദേശം പാതിരാത്രിയായി, രാത്രി യാത്രയാണ്. ഫാദർ എന്നോട് പ്രതികരിച്ചു. ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ബൈബിൾ ഇല്ലാത്ത ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാചകം താൻ പറഞ്ഞു. കാരണം അന്ന് അവരൊന്നും ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പൊ അതേ തുടർന്ന് ബൈബിൾ എടുത്തങ്ങ് കൊടുത്തു. അപ്പൊ ഇവർ നമ്മുടെ ബൈബിൾ ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചില്ല. ബൈബിള് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കിയതല്ലാതെ അത് തുറക്കുവാനോ അതിലെന്തെന്ന് കാണാനോ അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവര് എല്ലാവരും പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ വണ്ടി എന്തോ ചെക്ക് ചെയ്യാനായിട്ട് ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ സമയത്ത് എല്ലാവരെയും അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ ബഹളമെല്ലാം കേട്ട് അല്ലെങ്കിൽ സംസാരമൊക്കെ വന്ന ശേഷം എല്ലാവരും ഉണർന്നു പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചുറ്റും ഈ ജനമെല്ലാം കൂടി നിൽക്കുമ്പോൾ ഒരു ഓപ്പൺ എയർ നടത്തുന്നത് പോലെ തുടർന്നുള്ളതായ ദൈവവചനം പറയാനായിട്ട് എന്താണ് സുവിശേഷം, എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താണ് മനുഷ്യന് ആവശ്യം, ഇതങ്ങ് പറഞ്ഞു. ആ ബസ്സിലുള്ളവരെല്ലാവരും പാതിരാത്രിക്ക് സുവിശേഷം കേൾക്കാനായിട്ട്. പിന്നീട് ഞങ്ങൾ ഒരിക്കൽ മഞ്ചേരിയിൽ വെച്ച് സുവിശേഷം വൈമീഫിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഹൗസ് മീറ്റിംഗ് നടന്ന സമയത്ത് അന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരാളെ കണ്ടുമുട്ടുവാനായിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കൈക്കൊള്ളുവാനായിട്ടൊക്കെ ഇടവന്നിട്ടുണ്ട്. ഒരു അനുഭവം പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും സുവിശേഷം പറയുവാനായിട്ട് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ലോക സുവിശേഷീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ ഞാനൊരു പ്രോഗ്രാമിലത് പങ്കുവെച്ചതാണ്. സുവിശേഷ വേല വളരെ എളുപ്പം സാധിക്കും. അധികം പണച്ചെലവുമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ പേരോടും സുവിശേഷം അറിയിക്കാം. ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നാം കൂടെ കാണുന്ന, എന്നും കണ്ടുമുട്ടുന്ന ആളുകളോട് സുവിശേഷം പങ്കുവെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ന് 1-ാം നൂറ്റാണ്ടിൽ 12 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് എത്ര ശിഷ്യന്മാരുണ്ട്, എന്തുമാത്രം വിശ്വാസികളുണ്ട്, എന്തുമാത്രം സുവിശേഷന്മാരുണ്ട്. പക്ഷേ നാം കണ്ടുമുട്ടുന്ന ആരോടും സുവിശേഷം പറയാറില്ല. വിദൂരത്തിലിരിക്കുന്നവരോട് സുവിശേഷം പറയുവാനാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത്. എന്നാൽ കണ്ടുമുട്ടുന്ന ആളുകളോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ ഈ കാലയളവ് കൊണ്ട് നമ്മുടെ ഭാരത സുവിശേഷവൽക്കരണം വളരെ എളുപ്പമാകും. പ്രിയമുള്ളവരെ, ഈ സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളതായ ഒരു കാര്യവും അത് തന്നെയാണ്. ജീവിതത്തിൽ നാം സുവിശേഷം പങ്കുവെക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ കൃപകൾ അതിനുള്ള നൽകും. പക്ഷെ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, സുവിശേഷം പറഞ്ഞാൽ സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതം നമുക്ക് അനിവാര്യമാണ്. അതിലുള്ള താല്പര്യക്കുറവോ അതിന്റെ പ്രയാസവുമായിരിക്കാം ഒരു പക്ഷേ സുവിശേഷം പങ്കുവെക്കുന്നതിൽ ദൈവജനത്തിന് ഏറെ അവരെ മടിക്കും. പിന്നീടുള്ളത് തിരിച്ചുള്ള ചോദ്യങ്ങളും തർക്കങ്ങളുമാണ്. ചോദ്യങ്ങളോ തർക്കങ്ങളോയിലേക്ക് ഒന്നും പ്രവേശിക്കാതെ സുവിശേഷം പറയുവാൻ സാധിക്കും. ഒരുപാട് രീതിയിൽ നമുക്ക് സുവിശേഷം പങ്കുവെക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒന്നും പറയാതെ സുവിശേഷത്തിലേക്ക് ആളുകളെ നയിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ
എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയെന്ന് മറ്റുള്ളവർ ചിന്തിക്കാനിട വന്നാൽ പോലും നമുക്ക് സുവിശേഷം അവരിങ്ങോട്ട് വന്ന് കേൾക്കുവാനായിട്ട് ഇടവരും. ഇവിടെ മൈക്കാവിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരവസരം അതാണ്. നമുക്കൊരു ബുക്ക് സെന്റർ ഇവിടെയുണ്ട്. അതായത് ബൈബിളുകളും ബൈബിൾ പഠന സഹായ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പൺ ഒരു ബുക്ക് ഷോപ്പാണ്. എന്നാൽ അവിടെ നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള മറ്റ് മാർഗങ്ങളും കൂടിയുണ്ട്. അപ്പം ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പല മുഖാന്തരങ്ങളുണ്ട്. ആ വരുന്നവരെ വിവിധ നിലകളിൽ ബൈബിൾ നൽകിയും ട്രാക്ട് കൊടുത്തും അവരുമായിട്ട് സംസാരിച്ചും, അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും ഓപ്പൺ എയർ നടക്കുകയാണെങ്കിൽ ഓപ്പൺ എയർ നടന്നു കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ ആളുകളുമായി ഒക്കെ സംസാരിക്കും. നിങ്ങൾ കേട്ടതായ സത്യത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അത് സത്യമായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ വിവിധ നിലകളിൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ കഴിവുകളോ വലിയ സന്നാഹങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഓരോ ദൈവമക്കളുടെയും വളരെ പ്രാഥമികമായ ഉത്തരവാദിത്തമായിട്ടാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചത്. ആ നിലയിൽ സുവിശേഷകർത്ത പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഞാൻ കടക്കാരനാണ്, എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടില്ല, ദൈവസന്നിധിയിൽ എനിക്ക് വലിയ കുറ്റമാണത് എന്നുള്ള കാര്യം അത് വരികയാണ്. അതുപോലെ തന്നെയാണ് സുവിശേഷ വേല ഇന്ന് വലിയ പ്രോഗ്രാമിലേക്കാണ് സുവിശേഷ വേല പലപ്പോഴും പോകാറുള്ളത്. അത് നല്ലത് തന്നെ. വളരെ അട്രാക്റ്റീവായിട്ട് സംഗീത മീഡിയ ഉപയോഗിച്ചും മറ്റുതര പ്രഭാഷകരെ ഉപയോഗിച്ചൊക്കെ നമുക്ക് സുവിശേഷം പറയാം. എന്നാൽ ഓർക്കണം, ഇന്ന് നടക്കുന്ന അനേക സുവിശേഷ കൺവെൻഷനുകളിൽ പുറമേ നിന്നുള്ള ആരും വരുന്നില്ല. കാരണം എന്താ? ഇതെല്ലാം മതപരമായ ചില ചടങ്ങുകളായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സഭാവിഭാഗത്തിന്റെയും ഓരോ പ്രോഗ്രാമുകളായിട്ട് അത് മാറിയപ്പോൾ അതത് കൂട്ടങ്ങളുടെ ആളുകൾ മാത്രമായിരിക്കാം പങ്കെടുക്കുന്നത്. നമുക്കറിയാം, മതപരമായ മേഖലയിൽ ഇന്ന് വളരെയധികം ചലനങ്ങളും മാറ്റങ്ങളും പുരോഗമനങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജാതി മതസ്ഥരും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. തങ്ങളുടെ ആളുകളെ സന്തോഷിപ്പിക്കാനും അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനും അവർ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കുവാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാലയളവിൽ നമ്മെ സംബന്ധിച്ച് നാം ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിൽ കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ പാഠവും ദൈവത്തിന്റെ വചനത്തിന്റെ അഭ്യസനവും ഒക്കെ വളരെ ഗൗരവതരമായിട്ടാണ്. ഏറ്റവും നന്നായിട്ട് വചനം പഠിക്കുവാൻ, അഭ്യസിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ അനുഭവിക്കുവാൻ, നിറവനുഭവിക്കാൻ ഒക്കെ വളരെ സാധിക്കുന്ന ഒരു കൂട്ടമാണ് നാം. എങ്കിലും നാം വളരെയധികം ഒരളവിൽ പിന്മാറ്റക്കാരായിട്ട് തീർന്നിരിക്കുകയാണ്. എന്റെ ജീവിതാനുഭവത്തിലും ഞാൻ ഓർക്കുകയാണ്, സ്റ്റുഡൻസ് ആയിരുന്ന കാലത്ത് സാധിക്കുന്നത് പോലെ ഇന്ന് സാധിക്കുന്നില്ല. ഞാൻ ഒരളവിൽ എന്റെ ബാല്യത്തിലെ യൗവനത്തിലെ എന്റെ സൃഷ്ടാവിനെ ഓർക്കണമെന്ന് പറഞ്ഞതുപോലെ ബാല്യത്തിൽ തന്നെ അങ്ങനെ തീരുമാനം എടുത്തതുകൊണ്ട് അതിന്റെ സാധ്യതകൾ വളരെ വർദ്ധിച്ചു. ഇന്ന് അന്ന് രക്ഷിക്കപ്പെട്ടതായ വിദ്യാർത്ഥികൾ മുഖാന്തരം പിന്നീട് നൂറുകണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടാതെ വന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെ ചെന്നാലും അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് വളരെ സന്തോഷകരം. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിലേക്ക് വന്ന ശേഷം ഉള്ള സാധ്യതകൾ പരിമിതപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് ഇത് ദൈവികമായ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് ലോകത്തോട് ചെയ്തിരിക്കുന്ന ഈ വലിയ കാര്യം ഇന്നും ഒരു ജാതി മതസ്ഥർക്കും പങ്കുവെക്കാനായിട്ട് പകരം കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സുവിശേഷത്തിന്റെ സാധ്യത ഇന്നലേക്കാൾ കൂടുതൽ അളവിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട്. എന്നാൽ ആ സുവിശേഷത്തോടുള്ളതായ നമ്മുടെ സമീപനവും സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചുള്ളതായ നമ്മുടെ ചിന്താഗതികളും സഭകളോടുള്ള ബന്ധത്തിൽ സഭകൾ ഈ വിഷയത്തിൽ ഒരളവിൽ വളരെ പിന്നോട്ട് പോയിരിക്കുകയാണ്. കാരണം സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. മറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുകയാണ്, കൊയ്യുവാനായിട്ട് വേലക്കാരെ വേണം. അതായത് നമ്മുടെ യജമാനന് വേണ്ടത് കറ്റകളെയാണ്, ഫലമാണ് വേണ്ടത്. അല്ലാതെ വ്യത എന്ന് പറയുന്ന കാര്യം എത്രയോ നാൾ മുമ്പ് നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അത് നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്നാൽ കൊയ്യുവാൻ ആളില്ല. അതായത് രക്ഷിക്കപ്പെടുന്നവരെ സഭകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഭകളും സുവിശേഷ പ്രവർത്തകരായിരിക്കുന്നവർക്കും ഇന്ന് വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ഞാൻ വിചാരിക്കുന്നു, ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എന്നെ അറിയുന്നവരുണ്ട്, നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കാറുള്ളതാണ്. വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, എന്തുകൊണ്ടാണ് സുവിശേഷവൽക്കരണത്തിൽ ഫലം ലഭിക്കുന്നില്ല
അല്ലെങ്കിൽ പഴയ പോലെ ഒരു ഫലം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതിന്റെ കാര്യകാരണങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. സുവിശേഷ വിലയുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ഒന്ന്, പല നിലകളിലുള്ള സുവിശേഷവൽക്കരണമുണ്ട്. അതായത് സുവിശേഷം അറിയിക്കുക കേവലം ഏകപക്ഷീയമായ ഒരു കാര്യമാണ്. അതിൽ തന്നെ നല്ലതാണ്. അപ്പോൾ തന്നെ ഫലകരമായ സുവിശേഷ വേലയുണ്ട്. അതായത് ആത്മാക്കളെ നേടി അവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ സ്നാനമേൽപ്പിച്ച് അവരെ വചനം പഠിപ്പിച്ച് ശിഷ്യത്വത്തിന്റെ പാതയിൽ അവരെ അഭ്യസിപ്പിച്ച് കൊണ്ടുവരുന്ന അല്പം ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള കാര്യമാണ് സഭാസ്ഥാപനം എന്ന് പറയുന്നത്. സഭാസ്ഥാപനത്തിന് ശേഷം ഈ സഭ അവിടെ നിലനിൽക്കുക, അവിടുത്തെ ദൈവജനം ശരിയായ ആത്മീയ ബോധ്യമുള്ളവരായിട്ട് ഒരു സ്ഥലത്തുണ്ടായിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഇന്ന് വാസ്തവത്തിൽ വളരെ ശ്രദ്ധ നൽകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് പല സഭകളൊക്കെ നിർമ്മിച്ച ശേഷം അത് ഭിന്നിപ്പിന്റെ പാതയിലേക്ക് കടന്നു പോവുകയും വളരെ അൺവാണ്ടഡ് എലിമെന്റ്സ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്കും അത് വളരെ അനുഭവിക്കുവാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിൽ നാം വളരെയധികം ദൈവത്തിന്റെ വചനത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറമായിട്ട് നാം പഠിച്ചിട്ടുള്ള സത്യങ്ങൾ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു സന്നദ്ധത, ആ ഒരു ആത്മീയ ഉണർവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. നമ്മുടെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സഭകളുടെ ആത്മീയമായ നിലവാരം. അതുകൊണ്ട് അത് രൂപപ്പെടുന്നതിന് വേണ്ടിയും നമുക്ക് ഈ നാൾ വളരെയേറെ പ്രാർത്ഥിക്കുവാൻ ആവശ്യമാണ്. എത്ര അധ്വാനിച്ചാലും, ഞാൻ ഓർക്കുന്നു ആ സുവിശേഷ വേലയിൽ അന്ന് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടുവരുന്ന ആ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ സഭകൾക്ക് വാസ്തവത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കാരണം ഈ രക്ഷിക്കപ്പെടുന്നവരെ സ്വീകരിക്കുവാനുള്ള താല്പര്യക്കുറവ് വളരെ വ്യക്തമായി. അതിനെ വളരെ ഭാരപ്പെടുത്തിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ യുവജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും യുവജനങ്ങൾക്ക് എല്ലാ സഭകളിലുമുള്ള സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് വേണ്ടത്ര ആത്മീയമായ പോഷണം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തില് അവരെ കൂട്ടിവരുത്തി അവർക്ക് ദൈവവചനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശിക്ഷണം നൽകുവാൻ തക്കവണ്ണം താല്പര്യമെടുക്കുവാനുള്ള കാരണമല്ല. അത് വളരെ ഫലം കാണുവാനിട വന്നിട്ടുണ്ട്. അതേ തുടർന്ന് അനേക ആ യുവജനങ്ങൾ പിന്നീട് സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാനും സുവിശേഷ വേലയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരായിട്ട് പോകുന്നതിനും ഇന്ത്യക്ക് വെളിയിലും പോകുന്നതിന് ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാല്യം മുതലേ തന്നെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ, സുവിശേഷം ദൈവത്തിന്റെ രക്ഷിക്കുന്ന ഒരു ശക്തിയാണ്. ആകാശത്തിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനായിട്ട് അധികാരം നൽകിയിരിക്കുന്നു. ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇവയെല്ലാം ബാല്യത്തിൽ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അത് വിട്ടുപോകാൻ കഴിയാത്ത വിധം എന്നെ അത് വളരെ സ്വാധീനിച്ചു. മാത്രമല്ല, ഈ വിഷയത്തോട് എൻ്റെ പിതാവിനുള്ളതായ സമർപ്പണം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ത്യാഗം സഹിക്കുവാൻ തയ്യാറാവണം? എന്താണ് ഇത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ളതാണോ? കർത്താവ് പറഞ്ഞു, എല്ലാവരും വിശ്വസിക്കുവാൻ യോഗ്യമായ വചനം തന്നെ എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്തിലുള്ളതെല്ലാം അത് വായിച്ച് കേൾപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ കർത്താവ് ഈ ഭൂമിയിൽ രൂപീകരിച്ചിരിക്കുന്ന അതിന്റെ രക്ഷാപദ്ധതിയും അതിന്റെ തുടർ പ്രോഗ്രാമുകളും ഒരു വിധത്തിലും ആളുകൾക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ നാം അതിൽ വിശ്വസിച്ചു എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളുടെ ഗൗരവം ഓരോ അളവുകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് തിരികെ കൊണ്ടുവരുവാനായിട്ട് ശരിയായൊരു മാനദണ്ഡത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിന്റെ ഉപസംഹാരത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നാം വൈകിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ശരിയായ നാം വിശ്വസിക്കുകയോ നാം വായിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഈ ആത്മീയ സത്യങ്ങൾ അതൊരു സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രതിബദ്ധത നമ്മളുണ്ടായാൽ
നമുക്കറിയാം മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞ ഒരു പ്രോമിസ് ഉണ്ട്. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ. ലോകത്തിൽ ജനിച്ച് ജീവിച്ചതിൽ വെച്ച് മരണത്തെ ജയിച്ച, സകല അധികാരവും പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ പിൻബലം വാഗ്ദാനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ പിൻബലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പിൻബലം വളരെ ശക്തിയേറിയത്. എന്നാൽ അതിനോടനുബന്ധിച്ച് പറഞ്ഞതായ കർത്താവിന്റെ വാക്കുകൾ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ സമയം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. സുവിശേഷം പങ്കുവെക്കണം. അപ്പോൾ തന്നെ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പിക്കണം. സ്നാനമേൽക്കുന്നവരെ കർത്താവ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പ്രമാണിക്കത്തക്കവണ്ണം അവരെ പഠിപ്പിക്കണം. അങ്ങനെ എന്നെ ശിഷ്യരാക്കി. അപ്പോ ഈ ഒരു ദൗത്യം വളരെയേറെ ഉത്തരവാദിത്വമേറിയതായ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് സുവിശേഷ വേലയുടെ പ്രധാന ദൗത്യം. സുവിശേഷം അറിയിച്ച് കടന്നു പോകുക എന്നുള്ളത് ഒരുപക്ഷെ സാധിക്കും. പക്ഷേ സുവിശേഷം അറിയിച്ചു പോകുന്നതിനപ്പുറത്ത് ഏറിയ ഒരു ഉത്തരവാദിത്വമാണ് സുവിശേഷ വേലയെന്ന്. അതിൽ നാം ജാഗ്രത പാലിക്കുകയും ആ ഉത്തരവാദിത്തത്തിൽ കൂടുതൽ കൂട്ടായി തന്നെ ബോധ്യപ്പെടുകയും അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തത്തക്ക നിലയിൽ കാര്യങ്ങൾ വരികയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. വളരെ ശ്രമങ്ങൾ അനേകരെ നമ്മുടെ സുവിശേഷന്മാർ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സായുള്ള സുവിശേഷന്മാർ നമ്മുടെ മേഖലയിൽ വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ അധ്വാനിക്കുന്നുണ്ട്, വളരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫലകരമായ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് അനേകർ വ്യക്തമായി മുന്നോട്ട് വന്ന് സഭകൾ രൂപപ്പെടുകയും അതിനു അപ്പുറമായിട്ട് ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൽ ഈ നിസ്തുല്യമായ സുവിശേഷം അത് കൂടുതൽ പേരിലേക്ക് വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ ചെല്ലുവാൻ തക്കോണം ഇന്ന് വളരെ കൗതുകമുണ്ട്. കാരണം ജാതി മത സ്വഭാവങ്ങൾ സജീവമായിരിക്കുന്ന ഈ സമയത്താണ് ഏതാണ് സത്യമെന്ന് ആളുകൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന ഒരു കാലം. അതുകൊണ്ട് ഈ സത്യത്തെ നമുക്ക് കൂടുതൽ പേരിലേക്ക് പകർത്തുവാൻ തക്കോണം ഈ ദൈവം ധാരാളമായിട്ട് കൃപ നൽകട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയതായ ആ അവസരങ്ങളെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് സാധ്യമായതിൽ പരമാവധി വിനിയോഗിക്കുവാൻ തക്കോണം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നോർക്കുമ്പോൾ അത്രയും അല്ലായിരുന്നു സാധിക്കുന്നത്, അതിനെത്രയോ അധികമായി സാധിക്കുമായിരുന്നു എന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവം നൽകിയ കൃപയ്ക്കും സാഹചര്യത്തിനും അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം എന്നെ ബലപ്പെടുത്തിയത്. ഇതിനോടകം ഒരുപാട് വൈഷമ്യങ്ങൾ, പരിമിതികൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ബാല്യത്തിലെ തന്നെ പലപ്പോഴും മരണത്തോട് അടുത്ത് പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തീവ്രമായ നിലയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ആക്സിഡൻസ് വന്നിട്ടുണ്ട്. ആ ആക്സിഡൻസിലൊക്കെ ദൈവം തൻ്റെ കൈയുള്ളത്തിൽ എന്നെ കാത്തത്, അതായത് വലിയ അപകടമായി. എന്നാൽ അതിൽ നിന്ന് ദൈവം എന്നെ കാത്തത് ഇവിടെ വിവരിക്കാൻ സമയമില്ല. ഞാൻ ഒറ്റ വാക്കിൽ അതങ്ങനെ പറഞ്ഞു പോവുക മാത്രം ചെയ്യുകയാണ്. എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് ദൈവം എന്നെ രക്ഷിച്ച വിധമാണ്. ആ നിലയിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 രാത്രി ഉറക്കളച്ച ഒരു പ്രോഗ്രാമിന് ശേഷം ആ ജീപ്പ് ഓടിച്ചുകൊണ്ട് പട്ടാപ്പകൽ ഓടിച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചത്, അത് ഹൈവേയിലാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അനേക വാഹനങ്ങൾ എനിക്കെതിരെ വരുന്നുണ്ട്, എൻ്റെ സൈഡിലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആരെയും തട്ടാതെ, യാതൊരു മതിലും പൊളിക്കാതെ, ഒരു കടയിൽ പിടിച്ച് കയറാതെ എന്നെ വളരെ സേഫായിട്ട് ദൈവം എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ദോഷവും വരാതെ എന്നെ സൂക്ഷിച്ചത് ഞാൻ ഇപ്പോഴും ഏറ്റവും അത്ഭുതത്തോടെയാണ് ഓർക്കുന്നത്. ദൈവത്തിന്റെ കരുതലുകൾ എന്ന് പറയുന്നത് എന്നും കൂടെയുണ്ട്. എന്നാൽ ദൈവഹിതത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനം. ആ നിലയിൽ നാം ആയിരിക്കുമ്പോൾ ഏത് ഗൗരവമേറിയ സാഹചര്യങ്ങളിലും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, യേശു കയറിയ പടകാണ് ഏറ്റവും അധികം കാറ്റത്തുലഞ്ഞിട്ടുള്ളത്.
അത് മുങ്ങുമാറായിട്ടുണ്ട്. അതിലെ ശിഷ്യന്മാർ ഏറ്റവും അധികം ഭയപ്പെട്ടു. അത് പത്രോസ് നടന്നപ്പോഴാണ് കടലിലേക്ക് താൻ താണു പോയത്. അതുപോലെയാണ് അപ്പോസ്തലനായ പൗലോസ് കയറിയതായ പടക് അത് തകർന്ന് തരിപ്പണമായി കടലിൽ അവസാനിക്കുവാൻ സാധ്യമായി. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളും നമുക്ക് എല്ലാവർക്കും പൊതുവായി അറിയുന്ന വചനത്തിലെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരാതിരിക്കുകയല്ല, അതിന്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിന്റെ നീക്കുപോക്കുകൾ, രക്ഷകൾ നമ്മെ എപ്പോഴും കരുതിക്കൊള്ളും. അതുകൊണ്ട് സുവിശേഷവൽക്കരണത്തിൽ കാണുന്ന ഏതൊരു വ്യക്തിയോടും ദൈവസ്നേഹം പങ്കിടുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഇപ്പോൾ ഏറ്റവും അധികം അത് ആവശ്യമായ സമയമാണ്. കാരണം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലവുമാണ് ഇന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ കോൺവെർസേഷനിലൂടെയും മറ്റു തര മാധ്യമങ്ങൾ വഴിയും വളരെയധികം അറിയപ്പെടുന്നുണ്ട് സുവിശേഷം. എല്ലാം മീഡിയയിലും ഇപ്പോൾ വളരെ സജീവമാണ്. എങ്കിൽ തന്നെയും ആളുകൾക്ക് തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കുകയും യഥാർത്ഥത്തിൽ സുവിശേഷം എന്താണ്, യേശുക്രിസ്തു എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നു, താൻ ഇന്ന് ജീവിക്കുന്നു, ദൈവജനത്തിന്റെ കാര്യപരിപാടികൾ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ലോക സംഭവങ്ങൾ പോലും നമ്മെ ആശ്ചര്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നാം വ്യക്തിപരമായിട്ടും നമ്മുടെ സമൂഹമായിട്ടും ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് ദൈവത്തിന്റെ വചനം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നാം തയ്യാറെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം വലിയ അവസരങ്ങൾ ഇനിയും നൽകും. പക്ഷേ അതിന് വേണ്ടതായ സമർപ്പണത്തിലേക്ക് നമുക്ക് നീങ്ങുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇന്നും സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കുകയാണ്. കൊയ്ത്തിനായി നിലം വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്യുവാനായിട്ട് നാം ഭയപ്പെടുക അല്ലെങ്കിൽ നാം സജ്ജമായി തീരാറ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ പുതുക്കാം. സുവിശേഷ വേല എന്നുള്ളത് ഇന്നൊരു പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തന്റെ നിയോഗപ്രകാരം നാം കാണുന്ന ഏതൊരു വ്യക്തിയോടും ഏതൊരളവിലെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് നാം സുവിശേഷം പങ്കുവയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അവർ കർത്താവിലേക്ക് വരുവാനായിട്ട് വരും. യാതൊരു സംശയം. എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആകണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ സുവിശേഷം പറഞ്ഞ എല്ലാവരും വ്രതകാരായി തീർന്നിട്ടില്ല. പക്ഷേ അനേക വിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മധ്യത്തിലേക്ക് ആളുകൾ വരുന്നതിന് നമ്മുടെ സഭാ സമൂഹം ഇനിയും ആത്മീയ നിലപാടുകൾ വാസ്തവത്തിൽ പുതുക്കുവാൻ ആവശ്യമുണ്ട്, തിരുത്തുവാൻ ആവശ്യമുണ്ട്, ക്രമപ്പെടുവാൻ ആവശ്യമുണ്ട്, മടങ്ങി വരുവാൻ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ദൈവം ഇനിയും നമുക്ക് ഒരുമിച്ചുള്ള കൂട്ടായ്മയും ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഉറക്കെ ചിന്തിക്കുവാൻ, കൂടുതൽ ബോധ്യപ്പെടാൻ, കൂടുതൽ ധൈര്യം ലഭിക്കുവാൻ ഒക്കെ ഈ നാളുകൾ നമുക്ക് ഇടവരണം. അതിനായിട്ടുള്ള എല്ലാ സാഹചര്യവും ദൈവം നൽകട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി എന്നെ ഒരുക്കിയതായ ദൈവമക്കൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം വിളിച്ചു പറയുന്ന സുവിശേഷം അത് വലിയ ശക്തിയാണ്, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും. ഇന്ന് ലോകത്തിൽ സകല വിധത്തിലും മനുഷ്യർ സകല വിധത്തിലും വളരെയധികം അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്ന് ലഭ്യമായ ഇന്റർനെറ്റിന്റെ ആ ഒരു മീഡിയ ഏറിയ അളവിൽ വളരെ തെറ്റായി വിനിയോഗിച്ച് നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യമില്ലാതായി തീർന്നിരിക്കുന്നു, ഭാവിയില്ലാതായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ജനങ്ങളും യുവജനങ്ങളും ഒക്കെ വളരെ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ നമുക്ക് വലിയൊരു ദൗത്യം, ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മിൽ വലിയൊരു നിക്ഷേപം നൽകിയിരിക്കുന്നു. രക്ഷിക്കുന്ന ശക്തിയായ സുവിശേഷം നമ്മിൽ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ അതിന്റെ ശരിയായ അളവിലേക്ക്, കൂടുതൽ തിരിച്ചറിവിലേക്ക് വന്ന് നമുക്കിനിയും ആ സുവിശേഷം തീർക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് നാമം. എനിക്ക് ഭാര്യയും 3 പെൺമക്കളുമാണുള്ളത്. എൻ്റെ ഭാര്യ തേശ്ശേരിയിൽ സുവിശേഷനായിരുന്ന VC വർഗീസ് എന്നയാളുടെ ഇളയ മകളാണ്. മിനി എന്നാണ് പേര്. ഇവിടെ ഇതിൽ വന്നിട്ടുണ്ട്. മിനി ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ, ഇവിടെ ആയിരുന്നു, ഇവിടുന്ന് താൽക്കാലികമായി ട്രാൻസ്ഫർ ആയതാണ്. 3 പെൺമക്കൾ. മൂത്തയാള് നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിവാഹിതയായി UK ഇപ്പോൾ ആയിരിക്കുന്നത്. അവൾക്ക് 2 മക്കളുണ്ട്.
രണ്ടാമത്തെ മകള് പഠനം ഡിഗ്രി, അവളുടെ ഹോമിയോ ഡോക്ടറാണ്, പഠനം പൂർത്തീകരിച്ചു. അവൾ വിവാഹിതയല്ല. ഇളയവളും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞു, തുടർ വിദ്യാഭ്യാസത്തിലായിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാദറും മദറും ഒക്കെ 2003-ലും 2004-ലുമായിട്ട് കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങള് കുടുംബം മാത്രമാണ് ഇവിടെയുള്ളത്. എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ 6 മക്കളാണ്. അതിൽ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും സുവിശേഷകനാണ്, അമേരിക്കയിൽ ഡിട്രോയിറ്റിലാണ് താനായിരിക്കുന്നത്. ഒരു പെങ്ങളുണ്ട്, അവളും ന്യൂയോർക്കിലുണ്ട്. മൂന്നാമത്തെ പെങ്ങള് നോർത്ത് ഇന്ത്യയിൽ ദീർഘവർഷം സുവിശേഷ വേലയിലായിരുന്നു. അവർ മടങ്ങി ഇപ്പോൾ തേശ്ശേരിയിലുണ്ട്, ജൈനമ്മ ആൻഡ് പൗലോസ്. പിന്നെ ഇളയൊരു പെങ്ങളുണ്ട്, അവള് റാഞ്ചിയിൽ, ജാർഖണ്ഡ് സ്റ്റേറ്റിൽ റാഞ്ചിയിലാണ് ആയിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്നു. ജോലിയോടൊപ്പം തന്നെ അവിടെയുള്ള സഭയില് കർത്താവിനെ സേവിക്കുന്നുണ്ട്. അവൾക്കും 2 പെൺമക്കളാണ്. ഇങ്ങനെ ആണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വ്യത്യസ്തമായ നിലയിൽ സുവിശേഷം എങ്ങനെ അറിയിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അറിയിച്ചു എന്നുള്ളത് നാം കേട്ടുകൊണ്ടിരിക്കുക. ഞാനും അത് ചിന്തിക്കായിരുന്നു. നമുക്ക് ചെയ്തു വരുന്നത് ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാൻ സമയമായി. ഈ പറയുന്നത് പോലെ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഔപചാരികമായ നിലയിലുള്ളതല്ല. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് അതിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൂടെ കർത്താവിനെ അറിഞ്ഞ സഹോദരന്മാർ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിലുണ്ട്. അവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായിട്ട് ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി ജോയ് ജോൺ സഹോദരൻ നമ്മളോടുകൂടിയുണ്ട്. പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ ദാസന് ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുക്കിലേച്ചാനെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയും നാം ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗായി ഇന്ന് തീരുവാൻ തക്കവണ്ണം പ്രിയവനായ ദൈവം നമ്മെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നാം ഏവരും അറിയുന്ന പോലെ മഴയുടേതായ പ്രയാസം കേരളം മുഴുക്കെ ഉണ്ട്. ദൈവം കരുണ കാണിച്ചെന്ന് പറയാം. നെറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ആർക്കും തന്നെ ഒന്നും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ഒരു മീറ്റിംഗ് നടക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് സന്തോഷത്തോടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. 2 പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച സഹോദരൻ ഷൗൽ വർഗീസിന്, പ്രത്യേകിച്ച് കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം കർത്തൃദാസൻ ജോർജ് മാത്യു സഹോദരൻ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം ഇന്ന് കേട്ടത്. സാക്ഷി കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്, ഇത് 1-2 എപ്പിസോഡ് കൂടി ഇനിയും പോയെന്ന് പറഞ്ഞാലും ധാരാളം കാര്യങ്ങൾ കേൾക്കുവാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യുവാൻ പ്രിയ കർത്തൃദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് കാണുമ്പോൾ നമ്മള് നേരത്തെ സന്തോഷ് ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ആവശ്യത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു മീറ്റിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇതൊന്ന് കേൾപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. ഏത് പ്രായത്തിലും ദൈവത്തിന്റെ വേല ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് പ്രിയ കർത്തൃദാസിൽ നിന്ന് നാം ഇന്ന് വളരെ വിശുദ്ധമായ രീതിയിൽ അത് കേൾക്കുകയുണ്ടായി. കർത്തൃദാസിനെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമെങ്കിൽ ഇനിയുള്ള നാളുകളിലും ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു വിജയമാണ് ഈ ഒരു പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കുവൈറ്റിലുള്ള സഹോദരൻ ജോയ് ജോൺ സഹോദരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെയാണ് ആയിരിക്കുന്നത്. ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് ഈ സൂം മാധ്യമത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്
അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നാളുകളായി തുടരുവാൻ അവിടുന്ന് എല്ലാവിധമായ അനുകൂലമായ സാഹചര്യങ്ങളും അവിടുന്ന് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഈ മീറ്റിംഗ് ഈ നിലയിലൊരു ജീവിതാനുഭവമായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരൻ ഷോവലിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ ദാസനെയും തൻ്റെ ആത്മീയ ശുശ്രൂഷകളെയും തൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെയും അവിടുന്ന് ഓർക്കുകയും കരുതുകയും ചെയ്യണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരൻ ജോർജ് കുട്ടിക്കായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ ഓർത്തതുപോലെ ബാല്യപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഇടയായത് അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ അടിയനും അവിടുന്ന് ഭാഗ്യം നൽകിയല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ അവിടുത്തെ ദാസനായ പൗലോസ് പറഞ്ഞ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്നുള്ള ആ തിരുവചനം ഞങ്ങളുടെ PM അതിശായൻ ഞങ്ങളെ ആത്മീയമായ പാഠങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആദ്യമായി ഞങ്ങളെ പഠിപ്പിച്ചതായ ആ വാക്കുകൾ അത് പ്രിയ മകൻ്റെയും ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവ് തൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. പലരാരും അറിയപ്പെടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ കട്ടിന് പുറകിൽ നിന്നുകൊണ്ട് മഹത്വമാർന്ന അനേക ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുവാൻ, അതിന് പിൻബലമേകുവാൻ അതിനുള്ള ദർശനം അവിടുന്ന് നൽകി. ആ നിലയിൽ പ്രിയമകനെ അവിടുന്ന് ഉപയോഗിച്ചു. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന അനേക ആത്മീയ ശുശ്രൂഷകൾക്ക് കർത്താവെ ആരംഭം കുറിക്കുവാനായിട്ട് പ്രിയമകൻ്റെ ഹൃദയത്തിൽ നൽകിയതായ ആ കർത്താവെ ആ ചെറിയ തിരിനാളം അത് കത്തുവാനും അത് അനേകരിലേക്ക് പകരുവാനും അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണം. സഹോദരി മിനിക്കായി കുഞ്ഞുങ്ങൾ 3 പേർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അനുഗ്രഹിക്കണം. കുടുംബസ്ഥയായി കഴിയുന്ന മകളെ അവിടുന്ന് കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായി കഴിയുന്ന സഹോദരങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും അവിടുത്തെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദാസനിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇനിയുള്ള നാളുകൾ ഫലകരമായ നിലയിൽ കർത്താവെ അവിടുത്തെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ, വിശേഷിച്ച് വ്യക്തിപരമായി അനേകരോട് കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ, കർത്താവ് ചില കൈത്തകളെ കൊയ്തെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കർത്താവെ വയലിലേക്ക് കൊയ്ത്തുകാരെ അയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ അതിനായിട്ട് ഒരുക്കണമേ, ഞങ്ങളെ അതിനായിട്ട് ശക്തീകരിക്കണമേ. ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിൽ ഈ നിലയിൽ വചനം പറയുവാനും അതുപോലെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാനും പ്രിയ സഹോദരനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അതിൻ്റെ നന്മകൾ തലമുറകളായി എത്രയോ ആളുകൾക്ക് അനുഭവിക്കാനിടയാകുന്നുണ്ട്. കർത്താവെ ഞങ്ങൾക്കും ആ നല്ല മാതൃക പറ്റിക്കൊണ്ട് ഞങ്ങൾ നിമിത്തം മറ്റുള്ളവർക്കും ആത്മീയ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ ആദ്യവണ്ണം നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യാതൊരു തടസ്സങ്ങളും കൂടാതെ ഞങ്ങൾക്ക് മീറ്റിംഗ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. കാൽവരിനാഥ മിനിസ്ട്രി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഇത് കർത്താവ് ഒരു ബലമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കുന്നുണ്ട്. വിശേഷിച്ച് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അനേകർ കേൾക്കുമ്പോൾ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. റോയ്ച്ചാനെയും സന്തോഷനെയും അവരുടെ ഈ എല്ലാ പരിശ്രമങ്ങളെയും അവിടുന്ന് ഓർക്കണം, അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ ഭക്തപ്പെടുത്തണമെന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. സകലമാനും മഹത്വം ഞങ്ങളോട് സല്ലർപ്പിക്കുന്നു. ഇപ്പോൾ പിരിയുന്നു കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.